ഒരു സംഘടന രൂപീകരിച്ചു. ജനകീയ സമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. എന്നാൽ ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസിന്റെ അതേ നിഗമനങ്ങളിൽ എത്താൻ ശ്രമിക്കുകയാണെന്ന് ആക്ഷൻ കൗൺസിലിന് തോന്നി. ഈ സാഹചര്യത്തിൽ അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ജഡ്ജി ഗൗരവത്തിൽ ഈ കേസിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ടെന്ന് നിരീക്ഷിക്കുകയും കേസ് CBIക്ക് കൈമാറാൻ ഉത്തരവിടുകയും ചെയ്തു. CBI ടീം കോട്ടയത്തേക്കെത്തി. ടീം ലീഡർ കൂർമ്മബുദ്ധിയുള്ളതും ശാന്തനുമായ ഉദ്യോഗസ്ഥൻ SP നാരായണനായിരുന്നു. നാരായണൻ തന്റെ ടീമിനോട് പറഞ്ഞു, "ഈ കേസ് നമുക്കൊരു വെല്ലുവിളിയാണ്. വലിയ ശക്തികൾ ഇതിന്റെ പിന്നിലുണ്ട്. നമ്മൾ സത്യം കണ്ടെത്തണം. എത്ര വർഷമെടുത്താലും ആരായാലും സത്യം പുറത്തു കൊണ്ടുവരണം." CBI കോൺവെന്റിലെ ഓരോ മുറിയും ഓരോ മൂലയും അരിച്ചുപെറുക്കി. അവർ കോൺവെന്റിലെ അടുക്കളയിലേക്കെത്തുകയും അവിടെ നിന്ന് ലഭിച്ച ഒരു കോടാലിയും അഭയയുടെ ചെരുപ്പുകളും പോലുള്ള ചില തെളിവുകൾ അവരെ ചിന്തിപ്പിക്കുകയും ചെയ്തു. CBI അന്വേഷണം വർഷങ്ങളോളം നീണ്ടു. അവർ പലരെയും ചോദ്യം ചെയ്തു. ചിലർ ഭയത്താൽ സംസാരിക്കാൻ മടിച്ചു, ചിലർ കൂറുമാറി. നാരായണൻ സാക്ഷികളെ സംരക്ഷിക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകി. ഒടുവിൽ CBIയുടെ അന്വേഷണം ഒരു ഞെട്ടിക്കുന്ന സത്യത്തിലേക്കെത്തി. കോൺവെന്റിനുള്ളിലെ ചില രഹസ്യങ്ങളിലേക്ക്. ഒരു പ്രഭാതത്തിൽ വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് പോയ അഭയ അവിടെ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചിരുന്നു. ഫാക്കൂട്ടൂരും സിസ്റ്റർ സെഫിയും തമ്മിലുള്ള അവിഹിത ബന്ധം അവൾ നേരിട്ട് കണ്ടു. ഈ രഹസ്യം പുറത്തറിയാതിരിക്കാൻ അവർ അഭയയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. തലക്കടിച്ചപ്പോൾ അവൾ ബോധരഹിതയായി. പിന്നീട് അവർ അഭയയെ കിണറ്റിലിട്ടു. ശക്തമായ തെളിവുകളെയും പ്രോസിക്യൂഷന്റെ വാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ കോടതി ജഡ്ജി വിശദമായ പരിശോധനകൾ നടത്തി. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. സിസ്റ്റർ അഭയയുടെ കൊലപാതകത്തിൽ അവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു. ഇത് നീതിന്യായ വ്യവസ്ഥയുടെ വിജയമായി വിലയിരുത്തപ്പെട്ടു. അഭയയുടെ കുടുംബത്തിനും സത്യത്തിനായി പോരാടിയവർക്കും ഇത് വലിയ ആശ്വാസമായി. വർഷങ്ങളോളം നീണ്ട കാത്തിരിപ്പിന് ശേഷം നീതി നടപ്പാക്കിയതിൽ എല്ലാവരും സംതൃപ്തരായി. ഇത്തരത്തിലുള്ള ഹിഡൻ സ്റ്റോറികൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേട്ടാ.